ബജാജിൻ്റെ കുട്ടി ഡീസൽ വണ്ടിക്ക് വരുന്ന അലോയ് വീലിൻ്റെ പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ കനകഘട്ടത്തിലോട്ടെ ഞാൻ അടിച്ചോണ്ടിരിക്കുക, നീ കോപ്പിൽ കഴിഞ്ഞ് കളിച്ചോളൂ, മനുഷ്യനെ പേടിപ്പിക്കാറ്. അത് ഒരു കളറാണ് തന്നെ കറക്റ്റ് പോലീസിന്റെ കളർ. ഞാനത് റെഡാന്ന് പറഞ്ഞ് വാങ്ങിച്ചാണ്. ഇത് ബ്ലിങ്ക് ചെയ്ത് ഇങ്ങനെ പരിപാടി ഞാൻ അറിഞ്ഞില്ല. ഇതിങ്ങനെ ആടുകയും കൂടെ ചെയ്യുമല്ലോ. അപ്പം മനസ്സിലായില്ലായിരുന്നു ആരുടെ വണ്ടിയാണ്. ദിലീപേണ്ട പോകേണ്ട വണ്ടിയാ. സംഭവം എന്നറിയാം, ഇതിപ്പോ ഒത്തിരി പരാതി വന്നു കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ബാക്കിലത്തെ ഏരിയയിലേക്ക് കൊടുക്കുന്ന ലൈറ്റ് ഗൈസ്, അപ്പം റണ്ണിങ്ങിൽ നൈറ്റ് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പോലീസ് വണ്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇതുവരായിട്ടും വെളിയിൽ നിന്ന് കണ്ട് നമുക്ക് കാണാത്ത കാരണമാണ് ഗൈസ് പാക്കാരെ കേട്ടോ. കറക്റ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് പോലീസ് വണ്ടി. ഇപ്പം എന്നോട് എത്ര തെറി എന്നെ കേട്ടത്, നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ വിളിച്ചെന്നെ എന്തൊക്കെ പറയുന്നത്. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ആളുകൾ ഇത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓടി ഇപ്പോൾ റോഡിൽ നിന്നൊക്കെ രണ്ട് സൈഡിലോട്ടൊക്കെ മാറി നിൽക്കുന്നത് കാണാം. ഹലോ ഗൈസ്, അപ്പം ഇറ്റ്സ് മീ ദിൽ വ്ളോഗ്സ്. അപ്പം ദില്ലോട്ട വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഗൈസ്, അപ്പോൾ ഒത്തിരി സന്തോഷം ഒരു സൈഡിലുണ്ട്, എന്നാൽ അതിൻ്റെതായ വിഷമം കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ കാണാൻ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളോട് സംസാരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കേട്ട് അറിയായിരിക്കും. ഇപ്പം ഗൈസ്, അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് നമ്മുടെ എൻ്റെ ഇളയ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ അതൊക്കെ കാരണമാണ് 2 ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇടാഞ്ഞത് കേട്ടോ. അപ്പം ഒത്തിരി പേര് അന്വേഷിച്ചു. ഹോസ്പിറ്റലിൽ നമ്മൾക്ക് മുൻകൂട്ടി ഇതുവരെ പരിചയമില്ലാത്ത നമ്മൾ ഈ ഒരു വണ്ടി പ്രസ്ഥാനം കൊണ്ട്, ഈ വണ്ടി പ്രാന്തം കൊണ്ട് ഇറങ്ങിയതിന് ശേഷം കിട്ടിയ ബന്ധങ്ങളും കൊണ്ട് കാണാനും സംസാരിക്കാനും ഒത്തിരി പേരോട് കഴിഞ്ഞു. അതൊക്കെയാണ് എൻ്റെ ഈ പറഞ്ഞ സന്തോഷം. ആദ്യത്തെയാണ് സങ്കടം കേട്ടോ. അപ്പോൾ കൈസ്, അപ്പോൾ ഏതായാലും അതൊക്കെ മാറ്റി വെച്ചേക്കാം. അപ്പോൾ കൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഈ പ്രശ്നങ്ങൾ ഈ ആശുപത്രി കേസിൻ്റെ ഉള്ളതുകൊണ്ട് നമ്മൾ അത് ഞാനിങ്ങനെ മാറ്റി വെച്ചേക്കാണ്. അപ്പം ഒത്തിരി പേര് അല്ലാതെ ഇൻസ്റ്റയിലും അല്ലാതൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുന്ന കണ്ടപ്പോഴത്തേന് തുടങ്ങുന്നില്ല എന്ന് ചോദിച്ചതിൻ്റെ പേരിലാണ് ഇന്നലെ ഞാൻ എന്തായാലും ഉറക്കളയായിരുന്നു ഇന്നലെ കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെ ഒരു വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതിനകത്ത് എൻ്റെ കയ്യിൽ കോണ്ടാക്ട്സിലുള്ള, അതായത് കൊള്ളാമല്ലേ, അപ്പോൾ എൻ്റെ കോണ്ടാക്ട്സിലുള്ള നമ്പരെല്ലാം വെച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനാ ഗ്രൂപ്പിനകത്ത് ആഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോൺടാക്ട് നമ്പറും നിങ്ങളുടെ ഒറിജിനൽ നെയിമും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യാം. അപ്പം ഗൈസ്, അപ്പം വാട്സാപ്പ് ഗ്രൂപ്പ് മാത്രമല്ല, നമുക്ക് ഫേസ്ബുക്ക് നമുക്കൊരു ഗ്രൂപ്പ് കൂടെ നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് ഇച്ചിരി കൂടെ ഒക്കെ മെനക്കെട്ട പണിയായ കാരണം ഇച്ചിരി നല്ല രീതിക്ക് അത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അപ്പം ഗൈസ്, അപ്പം ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് അത് എന്തായാലും ഞാൻ പറയാമല്ലോ, നമ്മൾ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്കറിയാം, പെട്ടെന്നൊരു ഗ്രൂപ്പ്. ഞാനാണെങ്കിൽ പോലും അങ്ങനെ ഗ്രൂപ്പുകളിലും മറ്റൊന്നും ഇല്ലാത്ത ആളാണ്. ചിലപ്പം പലർക്കും പല ബുദ്ധിമുട്ട് കാണും. ചിലറായിരിക്കുന്ന ഫോണിന് ബുദ്ധിമുട്ട് കാണും, ചിലർക്ക് ഇതൊന്നും നോക്കാൻ താല്പര്യമില്ലാത്തവർ കാണും. ഗൈസ്, അപ്പം ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടിപ്രാന്ത് എന്നുള്ള സാധനമാണ്. എന്നെ കാണുന്നത് നിങ്ങളെല്ലാവരും വണ്ടിപ്രാന്തന്മാരാണെന്ന് എനിക്കറിയാം, വണ്ടിയെ സ്നേഹിക്കുന്നതും വണ്ടിയെ കൊണ്ടു നടക്കുന്നവരാണെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഉപകാരം എന്നുള്ള രീതി മാത്രമാണ് നമ്മൾ ഈ ഗ്രൂപ്പ് കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഫസ്റ്റ് എനിക്ക് ഉപകാരം, 2 നിങ്ങൾക്ക് ഉപകാരം. അതായത് എനിക്ക് ഉപകാരം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ വണ്ടിയിൽ എന്ത് ചെയ്യാൻ പറ്റും, വണ്ടിയിൽ നമ്മുടെ വണ്ടിയിൽ ഇല്ലാത്തതായിട്ട് പുതുമയായിട്ട് വേറെ എന്ത് കാണുന്നു അത് എൻ്റെ വണ്ടിക്കകത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് നമ്മൾ അലോയ് വീലിൻ്റെ വീഡിയോ ചെയ്തതും പ്ലാപ്പിൻ്റെ വീഡിയോ ചെയ്തതും ബാക്കി സെറ്റും കാര്യങ്ങളും അങ്ങനെ ഓരോന്ന് വെറൈറ്റി ആയിട്ടൊക്കെ നമ്മൾ നമ്മുടെ വണ്ടിക്കകത്ത് ചെയ്യുന്നത്. അപ്പം എനിക്ക് നമ്മുടെ സ്ഥലത്ത് കിട്ടാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയിലുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ധൈര്യത്തിൽ നമുക്ക് ചോദിക്കാം. നിങ്ങളുടെ വണ്ടിയിലെ ആക്സറീസ്, നിങ്ങളുടെ വണ്ടിയിലെ മറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഗ്രൂപ്പ് വഴി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും കൊള്ളാം, അല്ലാതുള്ള കാര്യത്തിനൊക്കെ ഒരു മറുപടി എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ തരുമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ എല്ലാവരും ആ ഒരേ മൈൻഡുള്ള വണ്ടിപ്രാന്തന്മാരും വണ്ടിയെ സ്നേഹിക്കുന്നവരും ആയതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ആഡ് ചെയ്ത് ഞാൻ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ, അറിവില്ലായ്മ കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു സംശയം ഉണ്ടായാൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ ചോദിക്കാം, എനിക്ക് പറഞ്ഞു തരാൻ നിങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർ നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സുണ്ട്, അവരെയും കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുന്നത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമുക്കതിൽ നിന്ന് ഒരു അറിവാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ വണ്ടിയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ വണ്ടി കൊണ്ട് നിങ്ങൾക്ക് മേളിലൊന്നുമല്ല ഞാൻ, നിങ്ങളുടെ അത്ര അനുഭവങ്ങൾ എനിക്കില്ല, നിങ്ങളെ വണ്ടി കൊണ്ട് നടന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഈ ഓട്ടോ
പക്ഷേ നിങ്ങളെല്ലാവരും തന്ന അറിവും ഞാൻ ചോദിച്ചത് ഞാൻ ചെയ്ത് കണ്ടും നിങ്ങൾ എനിക്ക് പറഞ്ഞു ഉപദേശിച്ച് തന്ന അറിവും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത്രയും ഈ ഒരു ആളുകൾ അറിയുന്ന ഒരു രീതിക്ക് നമ്മളെ എത്തിക്കുന്നത് ഇന്നിപ്പോൾ നമ്മളുമായിട്ടുള്ള ബന്ധം നിൽക്കുന്നതും കേട്ടോ. അപ്പം ഗൈസ്, അപ്പം ഇതിനകത്ത് മറ്റ് ഗ്രൂപ്പുകളെ പോലെ നിബന്ധനകളൊന്നും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ എല്ലാം വണ്ടിമയമാണ് ഗൈസ്. അപ്പം വണ്ടിയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് നിങ്ങൾ ഇത്ര ഫോട്ടോസ് തന്നെ ഇടണമെന്നൊന്നും പറയാൻ നമ്മളൊന്നും ആരുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ എന്തെങ്കിലും ഒരു പുതുമ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടുകയാണെങ്കിൽ ഞങ്ങൾക്കത് കാണാം, നമുക്കത് ആസ്വദിക്കാം. ഇപ്പോൾ അത് എൻ്റെ വണ്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാം, അത് എവിടുന്നാണ് വാങ്ങിച്ചത്, എവിടെ കിട്ടുമെന്ന് നിങ്ങൾക്ക് പറയാം. ഇൻ കേസ് നിങ്ങളുടെ അടുത്തേ അത് കിട്ടുകയുള്ളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൈസ അയച്ചു തരാൻ ഞാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്കത് വാങ്ങിച്ച് നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് അയച്ചു കൊടുക്കാൻ പറ്റും. അതിലൊക്കെ ഉപരി എവിടെയെങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആപത്തോ അല്ലെ എന്തെങ്കിലും ഒരു സഹായത്തിന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലായിടത്തും ഓരോ ആളെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ വേണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ കൊണ്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഉപകാരം, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക് നമ്മളിപ്പോൾ ഇതുവരെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഒരു വീഡിയോ അല്ലെന്ന് നിങ്ങൾക്ക് തോന്നാം. നമ്മളെപ്പോഴും വണ്ടിയെ റിലേറ്റീവ് ആയിട്ട് വണ്ടിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ച് ചെയ്യുമ്പോൾ അതിനൊക്കെ കാണാൻ ആളുകളുണ്ട്. പക്ഷേ ഗൈസ്, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് കുറച്ച് ഭാഗം ഞാൻ പറയാൻ വേണ്ടി മാത്രം ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതായത് ഇന്നലത്തെ എനിക്കറിയാമല്ലോ, ഞാൻ ഇന്നിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇങ്ങനെ കിടക്കുന്നു. എനിക്കറിയാത്ത സ്ഥലമാണ്. ഞാൻ ഇന്നലെ നല്ലൊരു ഫുഡ് ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങാൻ വേണ്ടി ഞാൻ എൻ്റെ കുരിശുമൂട് സ്ഥലത്തുള്ള നമ്മുടെ ചങ്കായിട്ട് നിൽക്കുന്ന നമ്മളൊരു ബ്രോ ഉണ്ട്. അപ്പോൾ ആ ബ്രോയെ കോൺടാക്ട് ചെയ്തു. പുള്ളി എനിക്ക് കട പറഞ്ഞു തന്നു. പുള്ളി ആ ഹോസ്പിറ്റലിനെ കുറിച്ച്, പുള്ളിയുടെ അടുത്തുള്ള ഹോസ്പിറ്റലായതുകൊണ്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിലൊക്കെ ഉപരി പുള്ളി ഇന്നലെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ടൈമായിരുന്നു കേട്ടോ. പുള്ളി എന്നെ കാണാൻ വേണ്ടി പുള്ളിയുടെ തിരക്കുകൾ മാറ്റി വെച്ച് പുള്ളി എന്നെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നു. എന്നെയും കൊണ്ട് വണ്ടിയെ വെളിയിലോട്ട് പോയി. ഞാൻ വേണ്ടെന്ന് പറയേണ്ട പോലും എന്നെ നിർബന്ധിച്ച് എനിക്ക് ആഹാരം വാങ്ങിച്ചു തന്നു. തിരിച്ചെന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ട് വിട്ടു. അപ്പം ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ചാനലും നമ്മുടെ ഗ്രൂപ്പും കൊണ്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു ആശുപത്രി ഒരു കേസ് കിട്ടുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം നമ്മളൊരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായി പോകും. അതായത് അകത്തിരിക്കുന്നതും വെളിയിലിരിക്കുന്നതും നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ അകത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ നമ്മുടെ മൈൻഡ് എന്താണ്, നമുക്ക് ഒരു കൂട്ടുകാരൻ പോലെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേനും നമ്മൾ ഒറ്റപ്പെട്ടൊരു ഫീൽ. പക്ഷെ എൻ്റെ ആ ഒരു വിഷമം എനിക്ക് ഇന്നലെ മാറി കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇന്ന് ഞാൻ അവിടുന്ന് ആശുപത്രിയിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇന്ന് ഒരു 11 മണിക്ക് ശേഷമാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ വരുമ്പോൾ പാർക്കിങ് നമ്മുടെ വണ്ടി കിടക്കുന്നു. നമ്മുടെ വണ്ടിയുടെ നേരെ ഓപ്പോസിറ്റ് വേറൊരു വണ്ടി കൊണ്ടിട്ടേക്കുന്നു. അപ്പോൾ പുള്ളി നമ്മുടെ വണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേന് പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് സംസാരിച്ചു, ബ്രോ ഞാൻ വീഡിയോ കാണുന്നതാണ്, വെളിയനാടാണ് സ്ഥലം, ഓട്ടം വന്നതാണ്. വണ്ടി കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ മനസ്സിലായി. അതാണ് ഞാൻ നിങ്ങളുടെ വണ്ടിയുടെ അടുത്ത് തന്നെ വണ്ടി ഇട്ടിട്ട് കിടക്കുക, നമ്മുടെ വണ്ടിയുടെ അടുത്ത് തന്നെ വണ്ടി ഇട്ട് കിടക്കുക. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേന് ഒരു ആശുപത്രിയിൽ നിന്ന ആ ഒരു ഫീലിൽ നിന്ന് എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് ഒരു എനർജി നിങ്ങളിലേക്കും സംസാരിക്കാനും ഈ ചാനൽ കൊണ്ട് നടക്കുമ്പോഴത്തേനും എനിക്ക് അങ്ങനെ ഒരു സാധനം തോന്നി കേട്ടോ. അപ്പം ഗൈസ്, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ഇത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ആർക്കും ആരെയും ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് ഇതിലൊന്ന് ഷെയർ ചെയ്യുക. വണ്ടിയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്, എനിക്ക് മനസ്സിലാക്കാനുണ്ട്, അതെല്ലാം പറഞ്ഞു തരിക കേട്ടോ. അപ്പോൾ ഇൻ കേസ് എനിക്ക് എപ്പോഴും ഇതിനകത്ത് ആക്റ്റീവ് ആകാൻ പറ്റില്ലെങ്കിൽ നമ്മളെല്ലാവരും വണ്ടികൾ നടക്കുക, നമുക്ക് ഫോണിൽ നോക്കിയിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഫോണിൽ നോക്കിയിരിക്കാൻ സമയം കിട്ടുമ്പോൾ നിങ്ങളൊരു ഹായ് അയക്കുക, എന്തെങ്കിലും സംസാരിക്കുക. ഇൻ കേസ് ആരെങ്കിലും ഒരാൾ കമൻറ്റ് ഇട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയേണ്ട കാര്യം മറുപടി ചെയ്യുക കേട്ടോ. അപ്പം ഗൈസ്, അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ അതിന് ശേഷം ഞാൻ ഇപ്പം വണ്ടിയും കൊണ്ട് സ്റ്റാൻഡിൽ വന്ന് കിടക്കുകയാണ്. അവർ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഓക്കെ, ഇത് കണ്ടോ. അപ്പോൾ സമയം ഇന്നിപ്പോൾ ആയാലും ഉച്ചയോടെ ആയി, 12:15 ഗൈസ്. അപ്പോൾ ഈ നിലവിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മളെ ഏതായാലും എന്നത്തെയും പോലെ എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ടിലത്തെ വണ്ടി പോയി കേട്ടോ ഗൈസ്. അപ്പോൾ വണ്ടി നമുക്ക് കയറ്റിയിടാവേ. കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബർ ചേട്ടനോട് പറഞ്ഞ് ഒരു കമൻറ്റ് ഇട്ടേ, ഈ പുള്ളിയുടെ ചാനൽ കണ്ടിട്ട് കാര്യമില്ല, പുള്ളി അന്ന് ഡീകംപ്രഷൻ വലിച്ച് സ്റ്റാർട്ടാക്കുന്നത് തെറ്റാന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് പുള്ളിക്കാരൻ അത് വീണ്ടും ഞാനത് ഡീകംപ്രഷൻ വലിക്കാതാണ് ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയെന്ന് പുള്ളി പറഞ്ഞൊരു ചേട്ടൻ വന്ന് കമൻറ്റ് ഇട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതിനകത്ത് ആദ്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ സന്തോഷമാണ്. സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. മനസ്സിലായി, തെറ്റാണെങ്കിൽ ശരിയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ കാണുവാണെങ്കിൽ അത് പറഞ്ഞു തരണം. പിന്നെ അതിനകത്ത് ബ്രോ ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ആപ്പേ വണ്ടി എടുത്ത് ഉപയോഗിച്ച് കൊണ്ടു നടന്ന ആളുകളാണ് ഈ പറയുന്നത്. അവർക്കാണ് സത്യം പറഞ്ഞാൽ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത്.
ഇപ്പോഴത്തെ വണ്ടി എന്ന് വെച്ചാൽ സാങ്കേതിക വിദ്യയിലൊക്കെ ഓരോ പ്രാവശ്യവും ഓരോരോ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരിക, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വ്യത്യാസമൊക്കെ വരുമ്പോഴത്തേന് അവർ ആ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലാതെ കൊണ്ടു നടന്ന ആളുകളാണ്. അപ്പം അവർക്ക് വണ്ടിയുടെ കംപ്ലൈൻറ്റ് വശമാണെങ്കിലും അല്ലാത്ത വശങ്ങളാണെങ്കിലും എല്ലാം അവർക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വണ്ടി ഞാൻ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറങ്ങിക്കൊണ്ട് വരുന്ന സമയത്താണെങ്കിലും ആദ്യമേ ആണെങ്കിൽ തന്നെ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വണ്ടി എടുക്കുമ്പോഴത്തേനും ഡീകംപ്രഷൻ വലിച്ചിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാം, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ ഡീകംപ്രഷൻ വലിക്കണമെന്നില്ല, നിങ്ങൾക്ക് അല്ലാതെ തന്നെ വണ്ടി സെൽഫ് എടുത്ത് സ്റ്റാർട്ടാക്കിയാൽ മതി എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പം നമ്മളത് കേട്ട് വന്നതായതുകൊണ്ട് നമ്മൾ ഓൾറെഡി അങ്ങനെ ആ സംഭവം അതേപോലെ തന്നെ നമ്മളത് ചെയ്യും. പക്ഷേ പെട്ടെന്ന് പിന്നീട് വന്നപ്പോഴത്തേന് അല്ലാതെ നോർമൽ വണ്ടി ഉള്ളവർ നമ്മളോട് ഈ സംഭവം പറഞ്ഞപ്പോഴത്തേനാണ് നമുക്ക് മനസ്സിലായത്. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്ത് നോക്കാം, അല്ലെ വെറുതെ നമ്മൾ വണ്ടിയുടെ ആ ഒരു ഇതിൻ്റെ സ്റ്റാർട്ടറിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ലൈഫ് കളയണ്ടല്ലോ എന്നോർത്താണ് രണ്ടാമത് ഞാൻ ആ സംഭവം നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തത്. വണ്ടിയുടെ കാര്യം പറയാമായിരുന്നു. അല്ല, ഈ നമ്മുടെ വണ്ടിയിലെ ഈ വണ്ടി ഇപ്പം ഡീകംപ്രഷൻ വലിച്ചില്ലെങ്കിലും സ്റ്റാർട്ടാക്കാമെന്നുള്ള സെറ്റപ്പിലാണ് ഈ വണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അപ്പം രാവിലെ മാത്രം വണ്ടി സ്റ്റാർട്ടാക്കുമ്പം ഡി വലിച്ച് സ്റ്റാർട്ടാക്കണമെന്ന് പറയുന്നുണ്ട്, അല്ലാത്തപ്പോൾ അല്ലാതെ സ്റ്റാർട്ട് ചെയ്തോളല്ല പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടപ്പോഴത്തേനും ഒത്തിരി പേര് കണ്ടിട്ട് പറഞ്ഞു ഡീകംപ്രഷൻ വലിച്ച് തന്നെ വണ്ടി സ്റ്റാർട്ടാക്കണം, ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വലിച്ച് തന്നെ സ്റ്റാർട്ടാക്കണമെന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ ഒരു വീഡിയോ ഇട്ട്. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്നൊരു ഓട്ടം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റാർട്ടാക്കിയപ്പോൾ സെൽഫ് മാത്രമേ അടിച്ചുള്ളൂ. അപ്പോൾ ഒരാൾ അത് കണ്ടിട്ട് കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞ് അങ്ങനെ അല്ലാതെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയായിരുന്നു ഇപ്പം അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ തന്നേക്കുന്നത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഓർക്കാതെ അടിക്കുന്നത്. അപ്പം അച്ഛനൊക്കെ വണ്ടി എടുത്ത സമയത്ത് ഡീകംപ്രഷൻ വലിച്ച് വേറെ സ്വിച്ചും സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പം അത് അങ്ങനെ നിങ്ങൾ ശീലിച്ച കാരണം നിങ്ങൾക്ക് അത് ഒരിക്കലും മാറത്തില്ല. അല്ല, ഇനി അതേപോലെ ആയി വരണം. അത് ഞാനപ്പോൾ ഒരു വീഡിയോക്കകത്ത് ഞാൻ സംഭവം പറയാം. അപ്പോൾ അത് ഫ്രണ്ടിലത്തെ വണ്ടി പോയി കേട്ടോ. ഇപ്പം കണ്ടല്ലോ നമ്മുടെ അച്ഛനാണ്, എൻ്റെ അച്ഛൻ്റെ ഒപ്പം വണ്ടി ഓടിച്ച് നടന്നൊക്കെയാണ്. അപ്പം എൻ്റെ പ്രായമുള്ള മക്കളുണ്ട്, എന്നെക്കാളും പ്രായമുള്ള മക്കളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെല്ലാം അവരുമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടില്ല അച്ഛൻ പറഞ്ഞു തന്നോ. അപ്പോൾ അങ്ങനെ ഒരു സാധനം നമുക്ക് ഷോറൂമിൽ തന്നെ പറഞ്ഞു തന്നേക്കുന്ന ഈ വണ്ടിക്ക് അങ്ങനെയും പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചില സമയങ്ങളിൽ അങ്ങനെ ആയി പോകുന്നത് കേട്ടോ. അല്ലാതെ ഓർത്തിരിക്കുന്ന സമയത്തൊക്കെ അല്ലാതെ തന്നെ നമ്മൾ സ്റ്റാർട്ടാക്കത്തുള്ളൂ. ഓക്കെ. ഞാൻ വണ്ടി എടുത്ത് ഷോറൂമിൽ നിന്ന് പണിയാൻ കേട്ടതിന് മുമ്പ് നേരെ പോയി അതൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ വണ്ടി ഫ്രണ്ടിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൈനീട്ടം നമ്മൾ ഉച്ചയ്ക്കാണ് വാങ്ങുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതിലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ആരാണ് വന്ന് നമുക്കൊന്ന് ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ വണ്ടി കയറാൻ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓട്ടോ ആയി കേട്ടോ. അപ്പോൾ ഏതായാലും വണ്ടി ഉണ്ട് അപ്പുറം കടയുടെ അങ്ങോട്ട് കേട്ടെ. ഫസ്റ്റ് നമ്മുടെ ഓട്ടോ ആണ് ഗൈസ്. അപ്പോൾ ഇപ്പം കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ആ ഓട്ടത്തിനകത്ത് ഞാൻ കാണിക്കാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെറിയ രീതിക്കെങ്കിൽ ആൾ കയറുന്ന കാണിക്കുന്നതാണ്. അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓരോ ആളുകളുടെ പ്രൈവസി നമ്മൾ നോക്കണം. ഇപ്പം ഞാൻ ഫോണും വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടി കയറുമ്പോഴത്തേന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വേറെ രീതിയാകും. എന്നാൽ നമ്മൾ ഒന്നാമത് ചെറുപ്പക്കാരോടാകുമ്പോഴേ. അപ്പോൾ ഗൈസ്, അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ ആ ഓട്ടം കഴിഞ്ഞ് 40 രൂപയുടെ ഓട്ടമായിരുന്നു നമ്മുടെ കൈനീട്ട ഓട്ടം, ഉച്ചയ്ക്ക് കിട്ടിയ കൈനീട്ടം കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് സ്റ്റാൻഡിലോട്ട് തിരിച്ചു പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു ഓട്ടോടെ കിട്ടി കേട്ടോ. അപ്പോൾ ഈ ഓട്ടോ അത്യാവശ്യം ഒരു സംഭവം ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക്. ഞാൻ നിങ്ങളോട് പിന്നെ സ്റ്റാൻഡിൽ ചെന്നിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആളെ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിലാണ് കേട്ടോ. ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിൽ കയറിയതാണ്. ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിൽ കയറിയപ്പോഴത്തേന് ഗൈസ്, അപ്പോൾ അവിടെ വർക്ക്ഷോപ്പിൽ വന്ന ഒരു അച്ചായൻ പെട്ടെന്ന് ബോധം കെട്ടിട്ട് പുള്ളി അവിടുന്ന് നടന്ന് പ്രഷർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലാബിലോട്ട് കയറി. വർക്ക്ഷോപ്പിനോട് അടുത്ത് ലാബ് അയക്കുന്നത്. അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരന് ബോധം പോയി, പുള്ളി മയങ്ങി താഴെ വീണു. അപ്പോൾ അവിടുത്തെ ലാബിലെ പിള്ളേർ വന്ന് നമ്മളോട് ഒന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പുള്ളിയെ പിടിച്ച് അവിടെ കൊണ്ട് കിടത്തിയിട്ട് നിൽക്കുമ്പോൾ വർക്ക്ഷോപ്പിൽ വണ്ടി പണിയാൻ വന്ന ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചി വണ്ടി അവിടെ കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു ഇന്നപോലെ തിരിച്ച് എന്നെ ഇവിടെ വരെ വിടാമോ എന്ന് ചോദിച്ച് നമ്മളങ്ങനെ എടുത്ത ഓട്ടമാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് തന്നെ പോകാം. ആ അച്ഛൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പം അവരെ വീട്ടിൽ കൊണ്ടുവിടേണ്ടി വരുമായിരിക്കും. വെച്ചാൽ ഞാൻ ഫോണിൽ നിന്ന് ഞാൻ ആ ലാസ്റ്റ് കോൾ ചെയ്ത നമ്പർ വിളിച്ച് പറയേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അത് വൈഫിൻ്റെ നമ്പർ തന്നെയായിരുന്നു. അപ്പം എന്നോട് എന്നാൽ അങ്ങോട്ട് വിടാമോ എന്ന് ചോദിച്ച സമയത്താണ് ഇത് വന്നത്. പുള്ളിക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോയിൽ കൊണ്ടുവിടാം, അല്ലെങ്കിൽ പുള്ളി വണ്ടി പണിത് കഴിഞ്ഞ് പോകുന്നുള്ളെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ പോകാം കേട്ടോ. അപ്പോൾ കൈ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി കേട്ടോ. അപ്പോൾ
ഗൈസ് അപ്പോൾ നമ്മളാണ് നമ്മുടെ ഫ്രണ്ട് വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളിയെ അങ്ങോട്ട് വീട്ടിലോട്ട് കൊണ്ട് വിടാൻ വേണ്ടിയാണ്. അപ്പോൾ ആയാലും നമുക്ക് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് അച്ചാനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവിടാം. ഗൈസ് അപ്പോൾ എണീക്കാൻ പറ്റത്തില്ല കേട്ടോ. വണ്ടി നമുക്ക് അങ്ങോട്ട് കയറ്റിട്ട് കൊടുക്കാം കേട്ടോ. പുള്ളിക്ക് നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങോട്ട് കയറ്റിയിട്ട് വരും. വീടറിയാം. നമ്മുടെ ഏക്കത്തമ്പിയുടെ മോൻ താമസിക്കുന്നില്ലേ? ഏക്കത്തമ്പിയുടെ മോൻ താമസിക്കുന്നില്ലേ? സാമാന്യ ഇവിടെ താഴെ വശത്തല്ലേ? ഏക്കത്തമ്പി അറിയോ? ഇല്ല, ഞാനറിയില്ല. അങ്ങനെ അപ്പൊ ഇതിലേ പോകണോ? ഇതിലേ വഴിയുണ്ടോ? ഇല്ലല്ലോ, ഇതിലേ ഷാപ്പിലേ പോണോ? ഷാപ്പിലൊരു ഔട്ട് വരുന്നത് ഞാൻ പറയാൻ വരാം. അങ്ങനെ അറ്റത്തോട്ട് കയറും. വെള്ളം കുടിക്കാനാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കയറിയതാണ് ഗൈസ്. അപ്പോഴാണ് നമ്മുടെ ഈ സംഭവം നടക്കുന്നത് കേട്ടോ. ഈ പുള്ളി ആ പുള്ളിക്കാണ് കലക്കി കൊടുത്തു. ഇവിടെ ഓയിൽ മാറാൻ വന്ന ആളെ ഈ പുള്ളി ബൈക്കിൽ കളഞ്ഞു ഗൈസ്. പുള്ളി ബൈക്കിൽ കളഞ്ഞു. അപ്പോൾ ആയാലും നമ്മൾ പോയി അങ്ങനെ തിരിച്ചു വന്നു കേട്ടോ. നമ്മളെല്ലാം ഫോണിൽ വിളിച്ചത് ഇവിടെ വെള്ളം കിടക്കും. ഫോണിൽ വിളിച്ചത് ഏതായാലും പുള്ളിയുടെ വൈഫിനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഗൈസ് അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് സ്റ്റാൻഡിലോട്ട് പോട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയ നമ്മുടെ അടുത്ത ഓട്ടമാണ് കേട്ടോ. അപ്പോൾ മീൻകട കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ ഈ ഓട്ടം ഇങ്ങോട്ട് വിട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. പിന്നെ ശരി, വേണ്ട വേണ്ട. എനിക്കറിയാമല്ലോ, നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിലോട്ട് മറ്റേ ഓട്ടം പോയിട്ട് റിട്ടേൺ തിരിച്ചങ്ങോട്ട് വരുമായിരുന്നു കേട്ടോ. അപ്പം കറക്റ്റ് വേറെ വണ്ടിയൊന്നും സ്റ്റാൻഡിൽ ഇല്ലായിരുന്നു. അപ്പം കിട്ടിയൊരു ഓട്ടമാണ്. ഏതായാലും പോയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ ആ പോയ ഓട്ടം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നമ്മുടെ സ്റ്റാൻഡിലോട്ട് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റാൻഡിലോട്ട് വരാൻ നേരത്ത് വേറെ സ്റ്റാൻഡ് വണ്ടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഈ ഓട്ടം വന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഇവിടുന്ന് തിരുവല്ലയ്ക്കാണ്. അതിൽ നമുക്ക് ആ ഓട്ടം പോയിട്ട് വരാം. പൊന്ന് ഗൈസ്, അതാണ്ട് ഈ വഴി നമുക്ക് കിട്ടിയ ആ ഓട്ടമാണതേ. ആരാണ്ടെല്ലാം ഉരച്ച് വെച്ചിട്ടുണ്ട്. തൂക്കടയാ ഗൈസ്. ഇത് കണ്ടോ, ഇവിടുന്ന് ഇടത്ത് തിരിഞ്ഞ് വലത്ത് തിരിയണം. അപ്പം ഞാൻ ഏതായാലും വണ്ടി ഏതായാലും എടുക്കട്ടെ. എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഓക്കെ, മുട്ടായിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. നിങ്ങൾ നോക്കിയാണേ ഗൈസ്, നിങ്ങൾ കണ്ടോ ഈ ഗ്യാപ്പ് കണ്ടോ? മിററുമായിട്ട് കണ്ടോ? ഇവിടെ കണ്ടോ? ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾ കണ്ടോ? ഉണം കണ്ടോ? ഇനി ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഓടി പോവാ. ഇത് കണ്ടോ? എൻ്റെ പൊന്ന് ഗൈസ്, കണ്ടോ വഴിയുടെ വീതി കണ്ടോ ഗൈസ്? അപ്പോൾ ഏതായാലും നമ്മുടെ ടാസ്ക് പിടിച്ച ഓട്ടത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞേക്കാണ് ഗൈസ്.
അപ്പോൾ ഏതായാലും നമ്മൾ സ്റ്റാൻഡിലോട്ട് തിരിച്ചു പോട്ടെ. ഓക്കെ, ബൈ ഗൈസ്. സ്റ്റാൻഡിൽ ചെന്നിട്ടോ ബാക്കി. വീട്ടിൽ ആളില്ലാത്ത കാരണം നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ് നമുക്ക് ആയാലും വീട്ടിലൂണ് കേട്ടോ വെളിയിൽ നിന്ന് കഴിക്കാം കേട്ടോ. നമ്മൾ തിരുവല്ല ഓട്ടം പോയിട്ട് വരുവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ അതെ, അപ്പോൾ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മളെ രണ്ടാമത്തെ ട്രിപ്പാണ്. ഫസ്റ്റ് ട്രിപ്പ് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ വന്നായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ഓട്ടം പോയിട്ട് നമ്മൾ രണ്ടാമത് വന്ന് ഇപ്പം ബൈക്ക് വന്ന് കിടന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മിസ്സായിപ്പോയി എടുക്കാൻ. ഓ എണ്ണുക. അപ്പം അത് ഒരു ചേട്ടൻ്റെ പെട്രോൾ തീർന്നു. ആ പെട്രോൾ വാങ്ങാൻ വേണ്ടി കുന്നാനം വരെ പോയതായിരുന്നു. രണ്ടാമതുകൊണ്ട് കുറേ പോയി. ചില ആളുകളൊക്കെ ഫ്രണ്ട് വന്നു ഗൈസ്. അപ്പം വീണ്ടും നമ്മൾ ഫ്രണ്ട് വന്നിട്ടേക്കോ കേട്ടോ. അപ്പം ഗൈസ്, നിങ്ങളെ സൂത്രം കാണിക്കാം. നമ്മുടെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. പണ്ട് എന്നെ വണ്ടിയെ വന്ന് ഇടിച്ചിട്ട് ന്യായം പറഞ്ഞ ചേട്ട വണ്ടിയാണ് ഗൈസ് ഈ പോകുന്നത് കണ്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രണ്ട് വന്നേക്കാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ഓട്ടം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഓട്ടം കിട്ടി. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഏതായാലും നമ്മൾ തിരിച്ച് സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴിക്ക് നമുക്കൊരു അടുത്തൊരു ഓട്ടം ഫോണോട്ടം വന്നേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ സ്റ്റാൻഡിൽ ഒരു ചേട്ടൻ പറഞ്ഞു വിട്ട ഓട്ടമാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലാണ്. അപ്പോൾ നമുക്ക് ആ ഓട്ടം പോയി ആളെ അവിടുന്ന് പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ബിലീവേഴ്സിലെത്തി കേട്ടോ. അപ്പം ആളിവിടെ നമ്മുടെ ചേട്ടൻ തന്നെ വിളിച്ച് പറയും. അപ്പോൾ ഇവിടെ കാണുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ആയാലും നമുക്ക് ഓട്ടം എടുത്ത് ഒരു വെളി വരട്ടെ. വെളി വന്നിട്ട് നമുക്ക് കൊണ്ടുവിടാം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പം ഓട്ടം വന്ന അവിടുത്തെ അമ്മയ്ക്ക് പൊറോട്ട വേണമെന്ന് പറയും കേട്ടോ. നമ്മൾ ആ ഹോട്ടലിൽ നമ്മൾ വാങ്ങിക്കാൻ കയറിയതാണ്. വണ്ടിക്കകത്ത് അവർ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞ് നമ്മൾ സ്റ്റാൻഡിൽ വന്നതിന് ശേഷം ഓരോ ഓട്ടവും കൂടെ പോയി. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് ഒരു സന്തോഷ വാർത്ത കൂടെ, അതായത് നമ്മുടെ ആപ്പെ അലോവിയിലിട്ട് വണ്ടി ഇറങ്ങിയതെല്ലാം കണ്ടല്ലോ. അപ്പോൾ ഒത്തിരി ആളുകൾ കുട്ടി ഡീസലിന് ഇതുണ്ടോ എന്നൊക്കെ നമ്മളോട് എൻക്വയറിയും കാര്യങ്ങളുണ്ടായിരുന്നു. നിലവിൽ കുട്ടി ഡീസലിനകത്തൊക്കെ അലോവിയിലിട്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ലുക്ക് പോരാ എന്നുള്ള തോന്നൽ എനിക്കുണ്ടായി കേട്ടോ. അപ്പം ഗൈസ്, അപ്പോൾ ഏതായാലും നമുക്ക് കുട്ടി ഡീസലിന് ബജാജിൻ്റെ കുട്ടി ഡീസൽ വണ്ടിക്ക് വരുന്ന അലോവിയിലിൻ്റെ പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഫോട്ടോ നമുക്ക് അയച്ചിട്ടുണ്ട്, സാധനമുണ്ട്. നമ്മുടെ ആപ്പയുടെ ഇതെടുക്കുന്ന ആളുടെ കയ്യിൽ തന്നെയാണ് സാധനം. അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാൻ. ജസ്റ്റ് വന്നേക്കുന്ന മോഡൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കുട്ടി ഡീസലിനും അലോവിയിൽ ഇടാൻ താല്പര്യപ്പെടുന്ന നമ്മുടെ വണ്ടിപ്രാന്തന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ വിളിക്കുക, നിങ്ങൾ ബുക്ക് ചെയ്യുക കേട്ടോ. ബാക്കി എൻക്വയറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് തന്നെ ചോദിക്കുക. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും അതിൻ്റെതായ രീതിക്കുള്ള ഒരു പ്രൈസിൽ ഒരു കുറവ് വരും കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ അതായത് നമ്മൾ വേണ്ട വണ്ടി വൈകുന്നേരമായി ഗൈസ്. അപ്പം ഓട്ടം കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓട്ടം കഴിഞ്ഞ് വൈകിട്ട് വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഓട്ടം ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഓക്കെ, ഇപ്പം നമ്മളൊരു 4ാം സ്ഥാനത്താണ് ഗൈസ് വണ്ടി കിടക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ഓട്ടം, ഫ്രണ്ടിലെ ഓട്ടം എവിടെയാണോ? മറ്റേടത്താണോ? AK സ്റ്റീൽ കണ്ടോ. അപ്പം ഗൈസ്, അപ്പം ഇതും കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് വരാം കേട്ടോ. മുട്ട ഇരിക്കുന്നുണ്ടേ എൻ്റെ കാലിൻ്റെ ചോട്ടില്ല മുട്ട. ഈ കമ്പനിയിലേക്കായിരുന്നു നമ്മൾ പച്ചക്കറി ഫുഡും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നത്. നമ്മുടെ ഫുഡാണ് ഗൈസ് ആ ലിഫ്റ്റിൽ കിടന്നു പോകുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, പിടിച്ച ടാസ്ക് ആകണ്ടോ, വഴി മൊത്തം ഇളകി പറഞ്ഞ് കിടക്കുവാണേ. അപ്പോൾ ഗൈസ്, അപ്പം നമുക്കിനിയിപ്പോൾ നമുക്ക് ഒരു ഫോണോട്ടം നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞ ഓട്ടമാണ് ഗൈസ്. അപ്പോൾ ഏതായാലും ഞാൻ ഇനിയിപ്പോൾ സ്റ്റാൻഡിലോട്ട് പോകുന്നില്ല. ഇനിയിപ്പോൾ അതിന് വീട്ടിൽ പോയി ഒന്ന് ഫ്രഷായി ഒന്ന് കുളിച്ചിട്ട് വേണം നമുക്ക് ആ ഓട്ടം ഒന്ന് പോകാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഏതായാലും നമ്മൾ ഇനി വീട്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ വീട്ടിൽ ചെന്നു. ഇപ്പോൾ നേരെ നമ്മൾ ഓട്ടം പോവാണ് കേട്ടോ. ഫോണിൽ വിളിച്ചാൽ ആ ഓട്ടം പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ സമയം കണ്ടല്ലോ, ഇപ്പം തന്നെ 6:45 കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഏതായാലും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തായിരിക്കുന്നത്, കാണുമോയെന്ന് അറിയത്തില്ല. വേറെ ഒന്നുമല്ല, എനിക്ക് ആ വഴി ഇവരെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ എനിക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഓട്ടം പോയിട്ട് വരാം. നമ്മുടെ സ്റ്റാൻഡ് നമുക്ക് നോക്കാം. സ്റ്റാൻഡ് കണ്ടോ, സ്റ്റാൻഡ് സായാഹ്നം. ഓക്കെ, പോയിട്ട് വരാം. ചേച്ചി ആറ്റു ഹായ് ഹായ് പറഞ്ഞു. ഹായ് ഇങ്ങ് നോക്കിയേ, ചേച്ചി നോക്കിയേ, നോച്ചേ ഹായ് ഹായ് ഹായ്.
ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ തിരുവല്ല ലോങ് ഓട്ടം പറഞ്ഞെടുത്ത് പോയി അവരെ അവിടെ വിട്ടിട്ട് നമ്മൾ തിരിച്ച് ആ ഗ്യാപ്പിൽ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അനിയന്റെ ബൈക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ